നല്ല ചൂട് പരിപ്പുവട ഈ കായലിൻ്റെ തീരത്തിരുന്ന് ഈ ഒരു ആംബിയൻസും നോക്കിയിട്ട് ഇങ്ങനെ കഴിക്കണം. വേമ്പനാട് കായലിൻ്റെ തീരത്തുള്ള നല്ല നാട്ടുവഴികളും ഗ്രാമക്കാഴ്ചകളും ഉള്ള പള്ളാത്തുരുത്തിയിലേക്കാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. ഈ കാണുന്ന കൊച്ചു ചായക്കടയിൽ വൈകിട്ടായ നല്ല ചൂട് എണ്ണക്കടികൾ കിട്ടും. നല്ല ചൂട് പഴംപൊരിയും മുളക് ബജിയും കായ ബജിയും മുട്ട ബജിയും നല്ല കട്ട്ലേറ്റും അതുപോലെ നല്ല വടയും. ഇവിടുത്തെ എൻ്റെ ഫേവറേറ്റ് ഇവിടുത്തെ പരിപ്പുവടയാണ്. നല്ല ക്രിസ്പി ആയിട്ട് നല്ല ടേസ്റ്റുള്ള പരിപ്പുവട. ഈ കടയിൽ ഇങ്ങനെ ചായ കുടിച്ചിരിക്കുമ്പോൾ മുന്നിലുള്ള കായലിൽ നമുക്ക് ഒരുപാട് കാഴ്ചകൾ കാണാൻ പറ്റും. ഒരു കൊച്ചു വഞ്ചിയിൽ കുറേ കളിപ്പാട്ടങ്ങളും കുറേ ഐസ്ക്രീമും ഒക്കെ കൊണ്ട് കച്ചവടം ചെയ്യുന്ന ഒരു പാവം മനുഷ്യനും, പിന്നെ കുറേ ഹൗസ് ബോട്ടുകളും സ്പീഡ് ബോട്ടുകളും, പിന്നെ മീൻ പിടിക്കാൻ വേണ്ടിയിട്ട് ഓരോ ഏട്ടന്മാരെ വലയെറിയാനൊക്കെ പോകുന്ന കാഴ്ചകളും, അങ്ങനെ ഒരുപാട് കാഴ്ചകൾ നമുക്കിവിടെ ഇങ്ങനെ ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ കാണാൻ പറ്റും. ഇത് വന്ന് കുട്ടനാടാണ്. കുട്ടനാട്ടിൽ കന്നട്ട എന്ന് പറയും. കന്നട്ടയിലൊരു നല്ലൊരു ചായക്കടയാണ്. ചെറിയൊരു ഗ്രാമീണ ചായക്കടയാണ്. ഓക്കെ. നല്ല പരിപ്പുവട പഴംപൊരി അങ്ങനെ നല്ല ചായ. ഓക്കെ. സ്പെഷ്യൽ ഇവിടെ പരിപ്പുവട അങ്ങനെയല്ല ചെറുകടികളാണ് ഏറ്റവും കൂടുതൽ സ്പെഷ്യൽ. എല്ലാ ഐറ്റംസും എല്ലാം ചൂടോടെ കഴിക്കുക. ഫ്രഷാണ്. ചായ കൊള്ളാം. ചായ അടിപൊളി. പള്ളാത്തുരുത്തി ആലപ്പുഴയിൽ പള്ളാത്തുരുത്തി അല്ലേ? ഇവിടെ എപ്പോഴും തുറക്ക് കട 2 മണിയാകുമ്പോൾ തുറക്കും. പക്ഷെ 2 മണി വരെ പൊതി തുടങ്ങും. എന്തൊക്കെ കടികളാണ്? പഴംപൊരിയുണ്ട്, പിന്നെ മുട്ടവരിയുണ്ട്, ബോണ്ട, സുജിയനുണ്ട്, പിന്നെ പരിപ്പോടയുണ്ട്, കട്ട്ലൈറ്റ്, പിന്നെ നമ്മുടെ എത്ര ടൈം വരെ ഉണ്ടാവും? രാത്രി 9 മണി വരെ. 9 മണി വരെ ഉണ്ടാവും അല്ലേ? ഇപ്പോൾ പുതിയൊരു സംരംഭം തുടങ്ങണം പറഞ്ഞിട്ടില്ല. എന്താണ് ചെയ്യുന്നത്? ദോശയുടെ ദോശ സംഭവമല്ല. ഞാനിവിടെ വന്നാൽ ആദ്യം എടുക്കുന്നത് പരിപ്പോടയാണ്. ആ പരിപ്പോട എടുത്തിട്ട് ആ കായലിൻ്റെ തീരത്ത് നോക്കിയിട്ട് ഇങ്ങനെ കഴിക്കും. ഈ ചായക്കടയുടെ തൊട്ടടുത്തുള്ള വിനോദ റെസിഡൻസി നമ്മൾ റിവ്യൂ ചെയ്തിരുന്നു. ആ ഹോട്ടലിലാണ് ഞങ്ങൾ വന്ന് താമസിക്കുന്നത്. അങ്ങനെ ചായയൊക്കെ കുടിച്ച് നാട്ടുകാരോട് കുറച്ച് കുശലൊക്കെ പറഞ്ഞിട്ട് നേരെ ഉള്ളിലേക്കൊന്ന് കയറി. ഇവിടെ ഒരു മുട്ട ബജി ഇങ്ങനെ നല്ല ചൂടോടെ ഉണ്ടാക്കുന്നത് കാണാം. അപ്പോൾ ആലപ്പുഴ പള്ളാത്തുരുത്തി വരുമ്പോൾ നിങ്ങൾക്ക് ഈ കൊച്ചു ചായക്കടയിൽ നല്ല ചൂട് കടികൾ കിട്ടും. 8 രൂപയുള്ളൂടെ പരിപ്പോടൊക്കെ. പിന്നെ താമസിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ വിനോദ റെസിഡൻസി ഉണ്ട്. തൊട്ടടുത്ത് ഇച്ചാക്കാൻ്റെ ഇറച്ചിക്കട ഉണ്ട്, 80 വർഷം പഴക്കമുള്ള. അത് തൊട്ടടുത്ത ദിവസം നമ്മൾ വീഡിയോ ചെയ്യുന്നതാണ്. ഇതുപോലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സപ്പോർട്ട് ചെയ്യണമെന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.